ഉറങ്ങിയിട്ടേ ഇല്ല. ഓ നിന്റെ മുഖത്ത് ക്ഷീണം കാണുന്നു. എന്താ ഇന്നലെ ആണെങ്കിൽ ഞങ്ങളുടെ ഗാനമേളയില്ലയോ, വേഗം വെളുക്കുന്നവരെ പള്ളിയായിരുന്നു. അങ്ങനല്ലേ പിന്നെ പള്ളിയിലല്ലേ പള്ളി ഗാനമേളയാ. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ കാലമേളൊക്കെ ആ ബന്ധു 50 വരുന്നു. ഞങ്ങൾ അമ്പലത്തിലെ ഗാനമേള നല്ല കാലമേളയല്ലേ ഇത് ആരുടെ ഗാനമേളയാന്ന് എന്നോട് ചോദ്യേ. ആരുടെയായിരുന്നു നീ? യാസൂട്ടിയുടെ നിനക്ക് തെറ്റി ജാസികറ്റ്. അയ്യോ എന്തോ പാട്ടാണ് ആ പുള്ളിക്കാരൻ. അയ്യോ അതെനിക്ക് ഓർമ്മ എന്റെ കണ്ണൊക്കെ അറിയാൻ സൗകര്യം ഞാൻ മലയാളം എഴുതിയില്ല. നീ നിന്നെ മോണ്ടാക്കാതെ മതി. സെക്കൻഡ് എഴുതിയില്ല, മലയാളം സെക്കൻഡ് എഴുതിയില്ല. സെക്കൻഡ് എഴുത 2 വരാം മതി. കറക്റ്റ് എഴുതി ഗുഡ് മോർണിംഗ് ടീച്ചർ. താമസിച്ചേ. ഓ ബൈപ്പാസ് ബ്ലോക്ക് ആയിരുന്നോ? അയ്യോ വെച്ചോണ്ടിരിക്കുന്നു. ഞങ്ങള് പേരക്കിലാണ് 3 സാധനമായിരുന്നു. ഇപ്പൊ നീ എന്താ പറഞ്ഞു വരുവാടാ? ഞാൻ താഴെ വന്ന് ബൈപ്പാസ് ബ്ലോക്ക് ആയിരുന്നു. ഓടിയോ? പിന്നെ റോഡിന്റെ കാര്യമാണ്. സ്കൂളിൽ പോയ കുട്ടികളെല്ലാം വന്നപ്പോ ബാക്കിയുള്ള കുട്ടികളൊക്കെ എങ്ങോട്ട് പോയി? ശാസ്ത്രമാണെങ്കിൽ തിരുവനന്തപുരം പോയില്ലേ? ശാസ്ത്രത്തിലായില്ലേ? ഞാൻ പോയില്ല. എന്താ പറഞ്ഞേ? ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളെ പപ്പ ഗൾഫിൽ വന്നപ്പോൾ ഞാൻ അവിടെ പോയതാ. അമ്മക്ക് പറ്റിയ ഒരു സെലക്ഷനും ഇല്ല അവിടെ. അത് വസ്ത്രമേളയാണ്, ശാസ്ത്രമേള. പോയിട്ടുണ്ട്. അവൻ പോവും. അവിടെ എന്തായാലും പഠിക്കാൻ എടുക്കാനല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിനൊക്കെ അവന് ഭയങ്കര ഇഷ്ടം. ക്ലാസ് വിളിക്കാം കേട്ടോ. ആര്യാ എന്നെയാ ടീച്ചറിന്റെ വീട്ടിൽ വേണയാണോ? പോയി വീടുണ്ടോ? വീട് കൊണ്ടോന്നോ? എനിക്ക് ഇവിടെ ഇവിടെ ഇരിച്ചതാ. മുട്ടിന് ഇവിടെ വീട് കൊണ്ട്. വീടുണ്ടോന്നല്ല ഞാൻ നീതു ഉണ്ടോന്ന്. വീട് കൊണ്ടോ? വീട് പോയി നിന്നോട് എനിക്ക് സ്നേഹവും ബഹുമാനം എല്ലാം ഉണ്ട്. കഴിഞ്ഞ ദിയ വന്നപ്പോഴേ ഇത്രയും പേര് കേട്ടപ്പോൾ ദിയ ഇത്രയും കുട്ടികളുണ്ടെന്നുള്ള സ്നേഹം ബഹുമാനം എപ്പോൾ നിങ്ങളുണ്ട് കേട്ടാ. 25 പേര് കിട്ടും ഇറങ്ങിയിട്ട്. അഞ്ജലിയുണ്ടോ? അഞ്ജലി എന്തോന്നോ? അഞ്ജലി ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് ആയൂര് കിട്ടും. സാധനം എന്തുവാ? നീ എന്തോ പറഞ്ഞു? അഞ്ജലി ക്ലാസ് അഞ്ജലി ഉണ്ടോ? അഞ്ജലി അഞ്ജലിയില്ല. എന്തോ സന്തോഷമുണ്ടോ? ഓ വലിയ സന്തോഷം. ക്ലാസ് സന്തോഷമുണ്ട്. ശാസ്ത്രമേളയ്ക്ക് പോയി. പോയി യാത്രകൾക്ക് പോയി. അനന്തമുണ്ടോ? എന്തോ ഞാനല്ല അഖിലം കൊണ്ട് പോയല്ലേ? അതിലങ്ങോട്ട് പോയിരിക്കുന്നു. ഇത് നമുക്കൊരു കാര്യം ചെയ്യാം. മലയാളം പഠിക്കാം. ഇന്ന് മലയാളം ആദ്യം. അപ്പൊ ഇന്ന് തീരുമാനം അങ്ങോട്ട് പോയി. ഇന്നും ഞാനാണ് 5 വിഷയക്കാൻ പോകുന്നത്. ഇവിടെ ഇത് തന്റെ പരിപാടി. ഫസ്റ്റ് ചോദ്യം, താമരയുടെ പര്യായ പദം പറയണം. താമരയുടെ പര്യായ പദം. താമരയുടെ വെള്ള താമര, നീലത്താമര. അത് ചിത്രങ്ങളാണല്ലോ സിനിമ. പിന്നെ ലോട്ടസ് പേര് നേരമെടുത്ത് അരിയും നടക്കും. നീ പറഞ്ഞു പറഞ്ഞേ താമര പര്യായ പദം. താമരയുടെ പര്യായ പദോ? താമര വെള്ളത്തിലുണ്ടാകുന്നതാണ്. നമ്മൾ വെള്ളത്തിലുണ്ടാകുന്ന അമ്പുജം കമലം. അമ്പുജം കമലം. അത് ആര്യാണ്? തേന്റെ പര്യായപദം പറഞ്ഞേ. തേൻ മധു. സത്യൻ ശീല. ചെമ്മീനാരൊക്കെ ഹണി മണി കേണി. എന്താ പഠിച്ചോണ്ട് ഒരുപാട് ഇതൊക്കെ സത്യം മതി. രണ്ടെണ്ണം കൂടെ എന്തോ കാണിക്കാൻ ഒരു കാര്യം ചെയ്യാം. പാസ്പോർട്ട് നമ്മൾ പഠിച്ചോണ്ട് വന്നോ? മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട്. ടീച്ചറെ ആര് ചൊല്ലാനാ? ഞാൻ ടീച്ചറെ ആദ്യത്തെ ലൈൻ എന്ന് പറയാമോ? ഇത് കുട്ടികളൊക്കെ പറയാൻ പറ്റുമോ എനിക്കറിയത്തില്ല. അശോകനായിരുന്നു പേര്. ഞങ്ങളുടെ വീട്ടിൽ ആരും സമ്മതിച്ചില്ല. അപ്പൊ ഇവിടെ വില്ലേജ് ഓഫീസറാക്കി ഇരിക്കുക. ഓമനത്തിങ്കൾ കിടാവോ? അതാണ് ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമള ശ്യാമളപ്പൂവോ പൂവിലുറങ്ങും മധുവോ പായിലുറങ്ങും രഘുവോ. ഓമനത്തിങ്കൾ
കിടാവോ നല്ല താമര താരിളം പൂവോ പൂവിൽ നിറഞ്ഞ മധുവോ പരി അനന്തുവേ എന്താ ചെയ്യാ ഓർമ്മ വിളിച്ചതോ ഞാൻ പറഞ്ഞ പോയി എന്താ ടീച്ചറെ അനന്തും ടീച്ചർ എന്റെ വീട്ടില് അതെ ഈ പാട്ട് പാടിയാണ് അമ്മ പണ്ടല്ലേ ഓട്ടിക്കൊണ്ടിരുന്നത് എപ്പൊ ഞാൻ പാടിയാല് ഞാൻ ഉറങ്ങും അഴികെ പാടുന്നത് അത് അറിയുമ്പോ രാസനാമത്തെ കുറിച്ച് പഠിക്കുന്ന വിഷയമാണ് ക്രിസ്മസ് ഡേ. ക്രിസ്മസ് ഡേ അല്ല കെമിസ്ട്രി. അതുപോലെ എനിക്കറിയത്തില്ല. നിങ്ങൾ ചോദിക്കണേ, തന്മാത്ര എന്നാൽ എന്ത്? തന്മാത്ര എന്നാൽ എത്രമാത്രമാണോ അത്രമാത്രമാണ് തന്മാത്ര. തന്മാത്ര എന്നാൽ എന്ത്? തന്മാത്ര എന്നാൽ എന്റെ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ നല്ല പടമാണ്. പിന്നെ അത് ലാസ്റ്റിൽ കുറച്ച് കരഞ്ഞാൽ നമ്മൾ ഇറങ്ങി പോലത്തോളൂ. ചിലതെല്ലാം സിനിമയിൽ കണ്ടിട്ട് ഇരുന്ന് സിനിമ കാണാം. സെല്ലുകൾ ഏതല്ല? ആണി പറ. പൂരപ്പരസല്ല, പിയോസല്ല, പിന്നെ സെല്ലുകൾ സെല്ലുകൾ മെർക്കുറി സെല്ല്,